മൂന്നുണി വാർത്തയിലേക്ക് വിശദമായി. അയോഗ്യനാക്കിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി. അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധം എന്തെന്നും അദാനിയുടെ കമ്പനിയിൽ നിക്ഷേപം ആരുടേതെന്നും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ രാഹുൽ ആവർത്തിച്ചു. അദാനിയുമായുള്ള ബന്ധം പാർലമെന്റിൽ വീണ്ടും ഉന്നയിക്കുമെന്ന ഭയമാണ് തന്നെ അയോഗ്യനാക്കാൻ കാരണമെന്നും രാഹുൽ തുറന്നടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ് രാഹുൽ ഗാന്ധി. AICC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ: അദാനിയും മോദിയും തമ്മിലുള്ള ബന്ധമെന്ത്? അദാനിയുടെ കമ്പനിയിൽ കോടികളുടെ നിക്ഷേപമാർക്ക്? കമ്പനിയിലെ ചൈനീസ് നിക്ഷേപകൻ ആര്? 20,000 crore rupees or $3 billion are in shell companies owned by Mr. Adani. Mr. Adani could not have generated this money. He's an infrastructure business. Where did this money come from? Whose money is it? That was the first question. Whose shell companies are there? These companies are working in the defense field. Why does nobody know? What is the Prime Minister's relationship with Mr. Adani? ഈ ചോദ്യങ്ങളിൽ നിന്നാണ് അയോഗ്യതയ്ക്ക് BJP നടപടി തുടങ്ങിയതെന്ന് രാഹുൽ. മോദി അദാനി ബന്ധം വീണ്ടും സഭയിൽ ഉന്നയിക്കുമെന്ന ഭയമാണ് അയോഗ്യതയ്ക്ക് കാരണമെന്നും രാഹുൽ തുറന്നടിച്ചു. ജീവിതകാലം മുഴുവൻ അയോഗ്യനാക്കിയാലും പിന്നോട്ടില്ല. BJP ministers lied about me in parliament. They made the statement to distract from the Adani issue. The whole game, disqualification and all these statements are to distract from the central question: whose money is it? They said that I've asked foreign forces to help India. Most ridiculous statement. I have never made such a statement. In fact, I said this is India's problem. India has to resolve this problem, right? A minister lies on the floor of the house. എന്നാൽ കേസിന്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. വയനാടിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു. സത്യം ബോധിപ്പിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് കത്തെഴുതും. വയനാട് ജനത തന്റെ കുടുംബമെന്നും രാഹുൽ. वयनाड के लोगों के साथ मेरा पारिवारिक रिश्ता है, फैमिली प्यार का रिश्ता है. वयनाड के लोगों के लिए अपनी एक चिट्ठी लिखूं उनके लिए कि मेरे दिल में उनके लिए क्या है. സൂറത്ത് CJM കോടതി വിധിക്കെതിരെ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അപ്പീൽ നൽകാനാണ് കോൺഗ്രസ് തീരുമാനം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാഹുൽ ഗാന്ധി രക്തസാക്ഷി പരിവേഷത്തിന് ശ്രമിക്കുകയാണെന്ന് BJP തിരിച്ചടിച്ചു. രാഹുൽ ഒരു സമുദായത്തെ അവഹേളിക്കുകയാണുണ്ടായത്. കോടതി ആവശ്യപ്പെട്ടിട്ടും മാപ്പ് പറയാൻ തയ്യാറായില്ല. കർണാടക തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുകയാണ് രാഹുലിന്റെ ലക്ഷ്യം. രാഹുലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം നടത്തുമെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. तो राहुल गांधी ने 2019 में जो बोला था वो सोच समझकर बोले थे. और उन्होंने क्या कहा था? ये सारे मोदी चोर क्यों होते हैं? मोदी बिहार, पूर्वी भारत, पश्चिम भारत में पिछड़े और अति पिछड़े समाज से आते हैं. तो श्रीमान राहुल गांधी ने पिछड़े समाज का अपमान किया था पब्लिक मीटिंग में. और देश भर में हम राहुल गांधी के खिलाफ पिछड़ों के अपमान के लिए जबरदस्त आंदोलन करेंगे भाजपा की ओर से, ये हम कहना चाहते हैं. ये सब कुछ एक सोची समझी रणनीति है कि राहुल गांधी को एक बलिदानी बताओ और कर्नाटका में इसका लाभ लो.